ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈപ്പി വെച്ചിട്ടുള്ളൊരു മോമോസാണ്. അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഈപ്പി ആണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് സവാള, ക്യാബേജ്, ക്യാരറ്റ്, കുറച്ച് ചില്ലി, 2 ബോയിൽഡ് എഗ്സ്. ഇപ്പി നമ്മൾ എടുത്തേക്കുന്ന ഒരെണ്ണം കേട്ടോ. അതിൻ്റെ മസാല എടുത്തിട്ടുണ്ട്. ഈപ്പി നമുക്കൊന്ന് ഹാഫ് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇത് ലാസ്റ്റ് സ്റ്റീം ചെയ്യുമ്പോൾ ഫുൾ കുക്ക് ആയിക്കോളും. ഒന്ന് ഹാഫ് ബോയിൽ ചെയ്തിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിടുക കേട്ടോ. എന്നിട്ടൊന്ന് സ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മോമോസിന് വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറാക്കാനായിട്ടുള്ള നമ്മൾ എടുത്തേക്കുന്നത് മൈദയും ഗോതമ്പ് പൊടിയും കൂടെയാണ് കേട്ടോ. കുറച്ചൊരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഡോ റെഡിയാക്കുക. നോർമലി നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ തന്നെയുള്ള കൺസിസ്റ്റൻസിയിലാണ് കുഴയ്ക്കേണ്ടത്. എന്നിട്ട് അതൊന്ന് പരത്തി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ട് ഷേപ്പിൽ റൗണ്ടായിട്ട് പരത്താൻ അറിയാവുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇനി അതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഇടുകയാണ്. എന്നിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് കുറച്ചൊരു പിഞ്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്ര ഇട്ടിട്ട് നമ്മുടെ ഇപ്പിയുടെ മസാല കൂടി ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ സ്റ്റെയിൻ ചെയ്ത് വെച്ച മാഗി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ എഗ്ഗ് ഒന്ന് 4 കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എഗ്ഗ് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാൻ അല്ലാതെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പരത്തി വെച്ചതെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മിക്സ് ഇട്ടു. എന്നിട്ട് എഗ്ഗ് വെച്ചു. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ മിക്സ് ഇട്ടു. എന്നിട്ട് നമ്മൾ മോമോസിന് മടക്കും പോലെ മടക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നമ്മളെല്ലാം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊരു ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവി കയറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു സോസ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടത് ഉണക്കമുളക്, തക്കാളിയാണ് കേട്ടോ. അത് നമ്മളൊന്ന് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ തക്കാളിയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം ഒരു ചെറിയുള്ളി നമുക്കിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് അത് നമ്മളൊരു പാനിലേക്ക് മാറ്റിയിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് 1/2 സ്പൂൺ മൈദപ്പൊടിയും കൂടെ കലക്കിയിട്ട് നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ. കുറച്ച് ഉപ്പ് ഇടുകയാണ്. പിന്നെ ഈ മൈദപ്പൊടിക്ക് പകരം കോൺഫ്ലവർ ഉള്ളവർക്ക് അത് കലക്കി ഒഴിക്കുക കേട്ടോ. പിന്നെ കുറച്ച് വിനീഗർ, ഒരു 1/2 അടപ്പ് വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ഒരു ഡിപ്പിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം നമ്മൾ. അപ്പോൾ നമ്മുടെ ഡിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ മോമോസ് തയ്യാറായിട്ടുണ്ട്. നമുക്കെല്ലാം ഇഡ്ഡലി തട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയ മോമോസ് ഡിപ്പും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.